ശമ്പള പരിഷ്കരണം. അയ്യോ, സംസ്ഥാന ഗവൺമെന്റ് ഇത്ര ധനപ്രതിസന്ധിയിൽ ഇരിക്കുമ്പോൾ ശമ്പള പരിഷ്കരണം നടത്താൻ പോകുന്നു എന്നായിരിക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. നിങ്ങൾ അന്തം വിടുന്നത് അല്ലേ? അങ്ങനെ അന്തം വിടണ്ട. ഇത് മന്ത്രിമാർക്കും MLA-മാർക്കുമുള്ള ശമ്പള പരിഷ്കരണത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് 2018 അവസാനം മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം പരിഷ്കരിക്കാൻ തീരുമാനിച്ചത്. ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത പരിഷ്കരണം നടത്തണമെന്ന്, അതായത് നമുക്കറിയാമല്ലോ, ഇവിടെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണമൊക്കെ എല്ലാ 5 വർഷവുമാണ് നടത്തുന്നത്. അപ്പൊ 2018 ശമ്പള പരിഷ്കരണം നടത്തിയാൽ പിന്നെ മന്ത്രിമാർക്ക് 18, 5, 23 2023 സാധാരണ രീതിയിൽ ശമ്പള പരിഷ്കരണം ഡ്യൂ ആണ്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മന്ത്രിമാരും MLA-മാരും ഒക്കെ കൂടി തീരുമാനിക്കുന്നു ശമ്പള പരിഷ്കരണം 2023 തീരുന്നതിന് മുൻപ് നടത്തണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇലക്ഷൻ വരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്ര ധനപ്രതിസന്ധിയിൽ സംസ്ഥാനം ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്നു. കേന്ദ്രത്തിനെതിരായിട്ട് ഫിനാൻസ് കമ്മീഷനെ വെട്ടിലാക്കി. ഫിനാൻസ് കമ്മീഷനാണ് ഞങ്ങളെ ഇങ്ങനെ ധനപ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത് എന്ന് പറയുന്നു. അങ്ങനെ കണ്ണിൽ കണ്ടവരെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഗവൺമെന്റ്, ഓർമ്മിക്കണം, വളരെ കൗശലപൂർവം ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ അക്കൂട്ടത്തിൽ ആർക്കോ കൂർമ്മ ബുദ്ധിയുള്ള ആരെങ്കിലും ഒക്കെ കാണുമേ ബുദ്ധിഹീനരോടൊപ്പം. അപ്പൊ അങ്ങനെ ആരോ പറഞ്ഞു, ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഫയൽ അടച്ചു വെക്കാം, ഇലക്ഷൻ കഴിഞ്ഞിട്ട്, വോട്ടെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫയൽ തുറക്കാമെന്ന്. അങ്ങനെ വോട്ടെടുപ്പ് കഴിഞ്ഞു. വീണ്ടും ആ ഫയൽ തുറക്കാൻ പോവുകയാണ്. അപ്പൊ എന്താണ് 2018 ശമ്പള പരിഷ്കരണത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? മന്ത്രിയുടെ ശമ്പളം അന്ന് 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചത്. അതായത് മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയിൽ നിന്ന് 97,429 രൂപയാക്കി വർദ്ധിപ്പിച്ചു 2018. അതുപോലെ MLA-മാരുടെ ശമ്പളം 39,500 രൂപയിൽ നിന്ന് 70,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അപ്പം ഇത്രയൊക്കെ ശമ്പളമേ ഉള്ളൂ എങ്കിൽ തീർച്ചയായിട്ടും ഇവര് പാവങ്ങളാ, തീർച്ചയായിട്ടും ഇവര് അർഹതയുള്ളവരാ. ഒരു ശമ്പള പരിഷ്കരണത്തിന് അത് 50% വർധനവ് എന്നാണ് ഇവര് തീരുമാനിച്ചിരിക്കുന്നത്. 50%-ലേറെ വർധനവിന് തീർച്ചയായിട്ടും ഇവർക്കെല്ലാവർക്കും അർഹതയുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ കൂട്ടത്തിൽ നമ്മൾ വേറെ ചില കാര്യങ്ങൾ കൂടി, ചില കൊച്ചു കാര്യങ്ങൾ കൂടി കണക്കിലെടുക്കണം. ഈ കൊച്ചു കാര്യങ്ങളില് വലിയ വലിയ അർത്ഥങ്ങളും അനർത്ഥങ്ങളും കാണും. അതുകൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് കണക്കിലെടുക്കണം. അപ്പൊ ഏതൊക്കെയാണ് കണക്കിലെടുക്കേണ്ടത്? അതായത് മന്ത്രിയാണോ? വാഹനമുണ്ട്. വാഹനം എന്ന് പറഞ്ഞാലോ നമുക്കറിയാം, കുറഞ്ഞ വാഹനം ഒന്നുമല്ല, 35 ലക്ഷമോ അതിലധികമോ വിലയുള്ള വാഹനങ്ങളാണ്. അതോ 4, 5 വർഷം, ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ മന്ത്രി കൊണ്ടു നടന്ന വാഹനം ഈ പ്രാവശ്യത്തെ മന്ത്രി കൊണ്ടു നടക്കില്ല. അങ്ങനെ വാഹനം തീർന്നില്ല. വസതിയെ പറ്റി നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. നമ്മൾ വസതിയെ പറ്റി മരപ്പട്ടി ശല്യമുള്ള വസതിയെ പറ്റിയൊക്കെ, അതായത് രാജഭരണ കാലത്ത് പണിതതായിരിക്കണം അന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് മരപ്പട്ടിയെ ഒരു തരത്തിലും മരപ്പട്ടിയെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ജീവിയാണ് കേട്ടോ. അതായത് ചെറിയ സുഷിരങ്ങളിലൂടെ, മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സുഷിരങ്ങളിലൂടെ പോലും അകത്ത് കടന്ന് ആക്രമിക്കുന്ന ആളാണല്ലോ ഈ മരപ്പട്ടി. അപ്പൊ അത് കാരണം മരപ്പട്ടി ശല്യം സഹിക്കുന്നു മന്ത്രിമാരും മറ്റുള്ളവരും എന്നൊക്കെ പറഞ്ഞുള്ള കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ എന്തായാലും വസതി ഉണ്ടേ, എല്ലാ പ്രാവശ്യവും ലക്ഷങ്ങൾ മുടക്കി പുനഃക്രമീകരണം നടത്തുന്ന വസതിയുണ്ട് ഓരോ മന്ത്രിക്കും. തീർന്നില്ല പേഴ്സണൽ സ്റ്റാഫിന് എത്രയാണ്? അതായത് പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് എന്ത് കിട്ടുമെന്നല്ലേ? മന്ത്രിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനല്ലേ ഈ പേഴ്സണൽ സ്റ്റാഫിനെ വെച്ചിരിക്കുന്നത്. എത്ര പേഴ്സണൽ സ്റ്റാഫാണ്? ഏറ്റവും കൂടുതലുള്ളത് 37 ആർക്കാണ് എന്ന് ഞാൻ പറയുന്നില്ല. 37 വരെ പേഴ്സണൽ സ്റ്റാഫ്. 25 അതിലെ ഏറ്റവും കുറവ് പേഴ്സണൽ സ്റ്റാഫ് ഉള്ളത്
പ്രതിപക്ഷ നേതാവിനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് എത്ര പേഴ്സണൽ സ്റ്റാഫ് എന്ന് നിങ്ങൾ തന്നെ നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. ബാക്കി എല്ലാവർക്കും 30ഓ അതിലധികമോ പേഴ്സണൽ സ്റ്റാഫ് ഉണ്ട്. പിന്നെ പ്രതിപക്ഷ നേതാവിന് മാത്രം അതിൽ താഴെ ആണ് പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം. അപ്പൊ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. 2 വർഷം കഴിഞ്ഞാൽ പിന്നെ അവർക്കൊക്കെ ആയുഷ്കാലം പെൻഷൻ കിട്ടേണ്ടവരാണ് ഈ പേഴ്സണൽ സ്റ്റാഫിന്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ പേഴ്സണൽ സ്റ്റാഫും മന്ത്രിക്കുള്ള ചെലവിന്റെ മന്ത്രിമാരുടെ ചെലവിന്റെ അല്ലെങ്കിൽ അതെ മന്ത്രിമാരുടെ ചെലവിന്റെ കൂട്ടത്തിൽ തന്നെയാണ് അത്. അവരുടെ വസതി, അതായത് മന്ത്രിമാർക്ക് വസതി, പിന്നെ അതുപോലെ തന്നെ അവർക്കുള്ള വാഹനം, അവർക്കുള്ള പേഴ്സണൽ സ്റ്റാഫ്, ഇതെല്ലാം അവരുടെ ചെലവിൽ തന്നെയാണ് വരേണ്ടത്. മാത്രമല്ല ഇനി വസതി വിട്ട് അവരെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റിലോ എവിടെയെങ്കിലും ഒക്കെ പരിപാടിക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവർക്ക് അവിടെയൊക്കെ ഗസ്റ്റ് ഹൗസ് കാണും, ഫ്രീ ആയിട്ട് താമസിക്കാം. അപ്പോഴും വാടകയ്ക്ക് താമസിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഈ വാഹനം എന്ന് പറഞ്ഞാലോ ഒരു വില കൂടിയ വാഹനം മാത്രമല്ലല്ലോ, 1 കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന കണക്കിന് അതിന് പെട്രോൾ ചാർജും മെയിൻ്റനൻസ് ചാർജുകളും മറ്റെല്ലാം ഉണ്ട്, അതിന് മോടി പിടിപ്പിക്കലും എല്ലാം ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂടുമ്പോ നമ്മുടെ വളരെ പിശുക്കന്മാരാണല്ലോ നമ്മുടെ മന്ത്രിമാര്. നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ ഓർക്കണം. ചില മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ മറ്റേ നമ്മുടെ മ്യൂസിയത്തിന്റെ വളപ്പിലൊക്കെ പിന്നെ മന്ത്രിയുടെ കാറ് കൊണ്ട് ചുറ്റിക്കറങ്ങുന്ന കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് നേരത്തെ, അല്ലെ? അപ്പൊ അങ്ങനെ വളരെ അരിഷ്ടിച്ചൊന്നും അല്ല നമ്മുടെ മന്ത്രിമാർ അവരുടെ വാഹനം ഉപയോഗിക്കുന്നതും ഒക്കെ അങ്ങനെ ഇഷ്ടം പോലെ, അതായത് പെട്രോൾ അടിക്കുന്നതിനൊന്നും അത് മാത്രമാണോ? ഇതുകൊണ്ടും തീരുന്നില്ല. മന്ത്രിമാർക്കും മന്ത്രിയുടെ കുടുംബത്തിലുള്ളവർക്കും രോഗത്തിന് ചികിത്സ എല്ലാ ചെലവുകളും ഗവൺമെന്റ് എടുക്കും. ഓർമ്മയുണ്ടോ? ഇപ്പൊ അദ്ദേഹം മരിച്ചുപോയി, അതുകൊണ്ടത് പറയുന്നത് ശരിയല്ല. 1,92,00,000 രൂപ ചെലവ് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി വാങ്ങിയ എം എൽ എ ആയിരുന്നപ്പോഴാണ് വാങ്ങി. പിൽക്കാലത്ത് അദ്ദേഹം മന്ത്രിയായി. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എനിവേ, അങ്ങനെയുള്ളവർ, അതായത് എത്ര കണ്ട് ചെലവ് വന്നാലും ആ ചെലവെല്ലാം നമ്മുടെ ഖജനാവിൽ നിന്ന് തന്നെയാണ് പോകുന്നത്. അപ്പൊ ഇങ്ങനെ മന്ത്രിയുടെ ശമ്പളം മാത്രമല്ല, മന്ത്രിയുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കപ്പെടുന്ന പണവും എല്ലാം കണക്കിലെടുക്കുമ്പോഴേക്കും ഈ പറഞ്ഞ ശമ്പളം, അതായത് 97,429 രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒന്നുമല്ല. അതിനേക്കാൾ എത്രയോ മടങ്ങാണ് ഓരോ മാസവും അവര് പിന്നെ വാങ്ങിക്കൊണ്ടിരിക്കും, ഖജനാവിൽ നിന്ന് എഴുതിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള മന്ത്രിമാർക്കാണ് ഈ സംസ്ഥാനം ഇങ്ങനെ, അതായത് ധനപ്രതിസന്ധിയുടെ രൂക്ഷം എന്ന് വെച്ചാൽ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ടതിന് ശേഷം ഇത്രത്തോളം രൂക്ഷമായ ധനപ്രതിസന്ധി ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ മെഡിക്കൽ കോളേജിലെ അവസ്ഥയൊന്ന് നോക്ക്, ജനറൽ ആശുപത്രിയിലെ അവസ്ഥയൊന്ന് നോക്ക്, മെഡിക്കൽ കോളേജിന്റെയും ജനറൽ ആശുപത്രിയുടെയും ഒക്കെ പിന്നെ മരുന്ന് വിൽക്കുന്ന സ്ഥാപനങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ മരുന്നുകളില്ല. ഒരു ഒരു രോഗി വന്നു കഴിഞ്ഞ് ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ അതിന് വേണ്ട മരുന്നോ അല്ലെങ്കിൽ അതിന് വേണ്ട ഉപകരണങ്ങളോ ഇല്ല. അങ്ങനെ, അതായത് അതുപോലെ കാരുണ്യ ബെനവളന്റ് സ്കീം അനുസരിച്ചുണ്ടായിരുന്നു, അതായത് കാരുണ്യ ആരോഗ്യ പദ്ധതി അനുസരിച്ച് 1,128 കോടി രൂപ കുടിശ്ശിക കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ആ സ്കീമിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളൊക്കെ പിൻവാങ്ങുന്നു. അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് 12,686 കോടി രൂപ കാരുണ്യ ലോട്ടറിയിൽ നിന്ന് ഈ വർഷം ഈ ഗവൺമെന്റ് സംഭരിച്ചതാണ്. ആ സംഭരിച്ച പൈസ കിട്ടിയപ്പോഴെങ്കിലും ആ 1,128 കോടി രൂപ കൊടുക്കാനുള്ളത് കൊടുത്തിരുന്നെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് ഹൃദയം, ഓർമ്മിക്കണം, ലിവർ, അതുപോലെ തന്നെ കിഡ്നി, ക്യാൻസർ, ഇങ്ങനെയുള്ള വലിയ രോഗങ്ങൾ അവനവന് ചെലവഴിച്ച് പിന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പാവപ്പെട്ടവർക്ക് പറ്റാത്ത തരത്തിലുള്ള രോഗങ്ങൾക്കാണ് ഈ പദ്ധതി ഈ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരക്കാരെ പോലും പരിഗണിക്കാൻ പറ്റാതെ കിട്ടുന്ന ഫണ്ട്, ഈ 12,686 കോടി ബജറ്റ് ഡോക്യുമെന്റ് കിടക്കുന്നതാ. ഈ ഫണ്ടൊക്കെ എവിടെ പോകുന്നു? അതൊക്കെ വകമാറ്റി ചെലവഴിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ദൂർത്തും അതുപോലെ വകമാറ്റി ചെലവഴിക്കലും കാര്യക്ഷമതയില്ലായ്മയും ഒക്കെ മൂർത്തിമത് ഭാവമായിരിക്കുകയാണ് സെക്രട്ടേറിയറ്റില്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്ന് നമ്മൾ ഓർക്കണം വീണ്ടും ശമ്പള പരിഷ്കരണം 5 വർഷം കൃത്യമാകുമ്പോഴേക്കും
ശമ്പള പരിഷ്കരണത്തിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും സഹമന്ത്രിമാരോടും, നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഒരു കാരണവശാലും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചുറ്റുവട്ടത്തേക്ക് നോക്കണം. അതായത് ഒരു സംസ്ഥാനത്തിന് മുഴുവനും പ്രഭ ചൊരിയേണ്ട, അവിടെ നന്മയും സമാധാനവും ക്ഷേമവും വരുത്തുമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് 1000-ഓളം മാനിഫെസ്റ്റോയിൽ വാഗ്ദാനങ്ങൾ നൽകി ഭരണത്തിൽ വന്ന ഗവൺമെന്റ് എത്ര മാസമായി ഇപ്പൊ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക, ഇപ്പൊ എലക്ഷൻ വന്നപ്പോഴേക്കും 3 കുടിശ്ശിക, 2+1 അങ്ങനെ 3 കുടിശ്ശിക കൊടുത്തു തീർത്തു. പക്ഷെ ഇപ്പോഴും കിടക്കുകയാണ് 5 കുടിശ്ശിക. ഓർമ്മിക്കുക, പാവപ്പെട്ടവർക്കാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നത്. അത് കിട്ടിയിട്ട് വേണം അവർക്ക് മരുന്ന് വാങ്ങാൻ, അത് കിട്ടിയിട്ട് വേണം അവർക്ക്. ശരിയാണ്, നമ്മളിവിടെ എന്താണ് പറയുക, സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്ന അരിയും സാധനങ്ങളും, അല്ലെങ്കിൽ പിന്നെ റേഷൻ കട വഴി 13 സാധനങ്ങൾ സപ്ലൈകോ വഴി കൊടുത്തുകൊണ്ടിരുന്നു. എവിടെ ഇപ്പൊ അതിന്റെയൊക്കെ വില 50% മുതൽ 150% വരെ വർദ്ധിച്ചിരിക്കുന്നത്. ഇപ്പൊ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഠനം വന്നിരിക്കുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഫുഡ് പ്രൈസസ്, അതായത് നമ്മുടെ ഭക്ഷ്യ വിലകൾ 71% വർദ്ധിച്ചിരിക്കുന്നു. അതേ സമയത്ത് ശമ്പളത്തില് വരുമാനത്തിലുണ്ടായ വർധനവ് 37% മാത്രം. അതായത് ഏത് മേഖലയിലുള്ള തൊഴിലാളിക്കും വർധനവ്, ശമ്പളവായിൽ വർധനവ് 37% വന്നപ്പോ ഫുഡ് പ്രൈസസ് മാത്രം 71% വർധനവാണ് വന്നിരിക്കുന്നത്. അപ്പം സാധാരണക്കാരും മന്ത്രിമാരെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലല്ല കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും MLA മാർക്കും എടുക്കാവുന്ന ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ, ഈ ശമ്പള പരിഷ്കരണം 2028 മതി എന്ന് വിചാരിക്കുക. അതായത് 10 വർഷത്തിലൊരിക്കൽ. അന്ന് ഞങ്ങളൊക്കെ മന്ത്രിമാരായിരിക്കോ? ആയിരിക്കയില്ല. അങ്ങനെ അല്ലെങ്കിൽ അന്ന് മന്ത്രിമാരാകുന്നവർക്ക്, അതായത് ഒരു 10 വർഷം കഴിഞ്ഞ് ശമ്പള പരിഷ്കരണം വേണ്ടു എന്ന് മന്ത്രിമാരും MLA മാരും തീരുമാനിച്ചാൽ, പിന്നെ താഴെ സർക്കാർ ജീവനക്കാരും എയ്ഡഡ് സെക്ടർ ജീവനക്കാരും, അതായത് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരും ഈ 10 വർഷ ശമ്പള പരിഷ്കരണം അംഗീകരിക്കും. അവര് വാശിയോടെ മുൻപോട്ട് വരില്ല. അത് സംഭവിക്കുകയാണെങ്കിൽ കേരളത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് വളരെ സുഖമായിട്ട് ചുരുങ്ങിയ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ 2028 ആകുമ്പോഴത്തേക്കും, അതായത് ഈ ഇപ്പൊ ഡ്യൂ ആയിരിക്കുന്ന 5 വർഷ ശമ്പള പരിഷ്കരണം സർക്കാർ ജീവനക്കാർക്കും അർദ്ധ സർക്കാർ ജീവനക്കാർക്കും 10 വർഷത്തിൽ മതിയെന്ന് തീരുമാനിക്കുക. മന്ത്രിമാരും അങ്ങനെ തന്നെ തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ കേരളം 2028 ആകുമ്പോഴത്തേക്കും ധനപ്രതിസന്ധിയിൽ നിന്ന് സുഖമായി കരകയറിയിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണണമെന്ന് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ പ്രാവശ്യത്തെ മന്ത്രിമാരുടെ ശമ്പള പരിഷ്കരണം, MLA മാരുടെ ശമ്പള പരിഷ്കരണം വേണ്ടെന്ന് വെക്കുക. അങ്ങനെ വേണ്ടെന്ന് വെക്കാനുള്ള ആ ഒരു ഇച്ഛാശക്തി, സ്വന്തം സംസ്ഥാനത്തെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സ്നേഹിക്കുന്നു, ജനങ്ങളെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കുക, ഞങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അതല്ല ജനസേവനം. ജനസേവനം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ കടക്കണിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, സംസ്ഥാനത്തെ ധനപ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട്, പാവപ്പെട്ടവർക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുത്തുകൊണ്ട് ഒക്കെ മുന്നേറുന്നതാണ് എന്ന ധാരണ കയ്യിലുണ്ടെങ്കിൽ, ആ ധാരണയോടുകൂടി ശമ്പള പരിഷ്കരണം ഇപ്പൊ വേണ്ട, 2028 മതി എന്ന് തീരുമാനിക്കുക. അതായിരിക്കും ഏറ്റവും അഭിലഷണീയമായ തീരുമാനം.